ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ എന്ന ഒരു അടിപൊളി മൂവിയാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് കിടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഐവിയെ കാണിക്കുന്നുണ്ട്. അവൾ പുറത്ത് എവിടെയോ പഠിക്കുക. ഇപ്പോൾ തൻ്റെ ഫ്രണ്ട് ഡാനികയുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ വന്നിരിക്കുക. ഹായ് ഐവ, സുഖാണോ? ഹായ് ഡാനിക. ഐവ, നിൻ്റെ ആളും ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. നീ അവൻ്റെ അടുത്ത് പോയി സംസാരിച്ച് സെറ്റാക്ക്. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ആ ഫംഗ്ഷനും ഇപ്പോൾ നടത്താം. പോടി. ഇപ്പുറത്ത് ഡാനികയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ടെഡി. അവൻ്റെ കൂടെ ഐവിയുടെ വൺ സൈഡ് ലവർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരും ഇതേ ഡയലോഗാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആശാൻ്റെ മനസ്സിലും അവളുടെ മീതെ ലവ് ഉണ്ട്. അതെല്ലാം ഉള്ളിൽ വെച്ച് പോടാ, അവൾ എൻ്റെ ബെസ്റ്റ് എന്ന് പറയും. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് അന്ന് നൈറ്റ് 4 പേരും ജോളിയായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ? കുന്നിൻ്റെ മുകളിൽ നിന്ന് വെടി പൊട്ടുന്നതെല്ലാം കാണാം. 4 പേരും ഓക്കെ പറഞ്ഞ് കാറിൽ കയറാൻ വരുമ്പോൾ ഇവരുടെ കൂടെ മുൻപ് സ്കൂളിൽ പഠിച്ചിരുന്ന പെൺകുട്ടിയെ കാണും. അവളുടെ പേര് സ്റ്റീവ്. അവൾ പഠിക്കുന്ന കാലത്ത് ഡ്രഗ്സ് എല്ലാം ഉപയോഗിച്ച് സ്കൂളിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ പഠിച്ചില്ല. ഇപ്പോൾ ഫംഗ്ഷന് വേണ്ട ബീറ്, വൈന്, അത് ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന വർക്കാണ് ചെയ്യുന്നത്. ഏയ് സ്റ്റീവ്, വാടി, നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയിട്ട് വരാം. ഞാനില്ല, നിങ്ങൾ പോയിക്കോ. ഇപ്പോൾ സ്റ്റീവിൻ്റെ കൂടെ ആ നൂഡിൽസ് മുടിയില്ലേ, അവൾ എടി നീ പോയിട്ട് വാ, ഞാൻ മാനേജ് ചെയ്തുകൊണ്ടെന്ന് പറയും. അങ്ങനെ അവളും കയറും. 5 എണ്ണം കൂടി കാറിൽ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ എന്നെല്ലാം പാടി എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. ദേ വെടിപൊട്ടുന്നു എന്ന് പറഞ്ഞ് വണ്ടി സൈഡാക്കി അത് വാച്ച് ചെയ്യാം. അതേസമയം നമ്മുടെ ടെഡിയില്ലേ, അവൻ നടു റോട്ടിൽ വെള്ളമടിച്ച് ഡിസ്കോ ഡാൻസ് കളിക്കാം. ഇപ്പോൾ ഒരു കാറ് ഭയങ്കര ഫാസ്റ്റായിട്ട് വരുന്നു. അത് ഇവനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതാണ്. കാർ നേരെ ഡിവൈഡറിലിടിച്ച് കുഴിയിലേക്ക് വീഴാൻ പോകും. വീഴും വീഴില്ല എന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇത് കണ്ട് പേടിച്ച് അവരെല്ലാവരും കാറിലുള്ളവനെ രക്ഷിക്കാനായിട്ട് വരും. ഡോറാണെങ്കിൽ ജാമാവും, അതിന് ഡോർ തുറക്കാനും കിട്ടില്ല. ശരി, വണ്ടിയുടെ ബാക്ക് സൈഡ് പിടിച്ച് വണ്ടി കയറ്റാൻ ശ്രമിക്കാമെന്ന് വെച്ചാൽ അതും പറ്റില്ല. അങ്ങനെ പലതും ട്രൈ ചെയ്ത് നോക്കും, പക്ഷെ ഒന്നും ശരിയാവില്ല. കാറിൽ ഒരേ ഒരാളുള്ളൂ, അവനാണെങ്കിൽ ജീവനുണ്ട്. 18 പണി ചെയ്തിട്ടും അവനെ രക്ഷിക്കാൻ സാധിക്കില്ല. അവസാനം വണ്ടി താഴേക്ക് മറിഞ്ഞു വീണു. സ്റ്റീവ് എല്ലാവരോടും വാ നമുക്ക് താഴെ പോയി നോക്കാമെന്ന് പറയും. അവരാരും അതിന് ഓക്കെ ആവില്ല. എന്ത്, ഇത്ര വലിയ താഴ്ചയിൽ പോയി നോക്കാനോ? അത് നമുക്ക് തന്നെ റിസ്ക്കാ. ഹീറോയെ നമുക്ക് പോലീസിനെ ഇൻഫോം ചെയ്യാന്ന് പറയും. വേണ്ട, പോലീസ് വന്നാൽ നമ്മളെ പിടിക്കും. ഇവിടെ ഇങ്ങനെ ഡിസ്കഷൻ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അതേസമയം ടെഡി പോലീസിനും ആംബുലൻസിനും കോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അധികം വൈകാതെ 5 വണ്ടിയിൽ കയറി സ്ഥലം വിടും. കാര്യം അവിടുന്ന് പോകുന്നെങ്കിലും നമ്മുടെ ഐവിയുടെ മനസ്സിൽ ഇപ്പോഴും കുറ്റബോധമുണ്ട്. അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. വീട്ടിലെത്തിയ പാടെ ടെഡിയും ഡാനികയും അവരോടെല്ലാവരോടും കൂടി ഒരു കാര്യം പറയും. അതായത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന് നമ്മൾ 5 പേരല്ലാതെ മറ്റൊരാളോടും ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ പ്രോമിസും മേടിച്ച് 5 ആളും 5 വഴിക്ക് പിരിഞ്ഞു. പിന്നീട് 1 വർഷത്തിന് ശേഷം ഡാനികയുടെ മാരേജിനെ ഹീറോയിൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വരും. വരുന്ന ഫ്ലൈറ്റിൽ അവൾക്ക് കിട്ടിയ കൂട്ടാണ് ടൈലർ. ഹീറോയെ കോൾ ചെയ്ത് ഞാൻ ദാ ഇവിടെ എത്തിയിട്ടുണ്ട്, നീ എന്നെ പിക്കപ്പ് ചെയ്യാൻ വരുന്നില്ലെന്ന് കേൾക്കും. ഈ നേരം ടൈലർ, ഐവ, ഞാനും നിങ്ങൾ പോകുന്ന റൂട്ടിലേക്കാണ്, എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് 3 പേരും യാത്ര സ്റ്റാർട്ട് ചെയ്യും. ടൈലറെ അവളുടെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും. ഇവർ 2 പേരും നേരെ ഡാനികയുടെ മാരേജിന് പോകും. അവിടെ സ്റ്റീവ് വന്നിട്ടുണ്ട്. എല്ലാവരോടും ഹായ് പറയും. ഡാനിക ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരെയും ഇരുത്തി ഡാനിയുടെ മാരേജിനെ കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുക. ഹീറോ, ഹീറോയിൻ, അങ്ങനെ എല്ലാവരും കൊടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യും. അവസാനം പേരൊന്നും എഴുതാത്ത ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടും. അത് ഓപ്പൺ ചെയ്താൽ ഒരു ലെറ്റർ. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ. ഇത് വായിച്ചതും അവളുടെ മുഖം അങ്ങ് പോകും. ആ സംഭവം അവളുടെ മനസ്സിലങ്ങ് മിന്നി മാഞ്ഞു പോകും. അവളുടെ മുഖം മാറിയത് ഹീറോയിനും ശ്രദ്ധിക്കും. ബാക്കി ഫ്രണ്ട്സിനെ എല്ലാവരും പറഞ്ഞയച്ച് ഡാനിക അവരുടെ അടുത്ത കാര്യം പറയും. എന്നാലും ആരായിരിക്കും? വേറെ ആരാ? ആ കാലമാടൻ ടെഡിയായിരിക്കും. നമ്മുടെ ഡാനിക 1 ഇയറിലെ ടെഡിയെ മാറ്റി വേറൊരുത്തിനെ കറക്റ്റ് ചെയ്ത് അവനെ കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം ഏറെക്കുറെ എല്ലാവർക്കും പിടികിട്ടിയല്ലോ. എന്നാലും അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? നമ്മൾ 4 പേർക്കും പിന്നെ ടെഡിക്കും അവൻ്റെ അച്ഛനും മാത്രമേ ഈ സംഭവം അറിയും. അതുകൊണ്ട് എനിക്കുറപ്പാണ് അവൻ തന്നെയായിരിക്കും പറയുന്നത്. ഹീറോയും ഹീറോയിനും സ്റ്റീവും കൂടി ടെഡിയുടെ ബോട്ട് ഹൗസിലേക്ക് വച്ചു പിടിക്കും. പണ്ടത്തെ ശങ്കരൻ തെങ്ങവ് തന്നെയാണ്. അവൻ വെള്ളമടിച്ച് ബോധമില്ലാതെ നടക്കുക. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ഡോണുവിൻ്റെ മാരേജിന് പോയില്ലേ? മാരേജ് അവിടെയല്ലേ, പിന്നെന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത്? എടാ, നമ്മുടെ ഡാനികയ്ക്ക് മാരേജിനൊരു ഗിഫ്റ്റ് ബോക്സ് കിട്ടി. അതിലിങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർന്ന്. ആ സംഭവത്തെ പറ്റി അറിയാവുന്നത് നമ്മൾ ഇത്രയും പേർക്കാണ്. അവൾക്ക് ഈ ലെറ്റർ എഴുതിയത് നീയാണെന്ന് നല്ല ഡൗട്ടുണ്ട്. സത്യം പറ, നീയാണോ ഇത് എഴുതിയത്? പിന്നെ എനിക്ക് നേരെ വെള്ളം അടിക്കാൻ നേരമില്ല, പിന്നെ ലെറ്റർ എഴുതാൻ. എല്ലാവരും വേഗം സ്ഥലം വിട്ടെ. അവിടെ സീൻ കട്ട് ചെയ്താൽ അന്ന് നൈറ്റ് ഡാനിക ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനലിൻ്റെ അവിടെ ഒരു ശബ്ദം കേൾക്കും. എന്താണെന്ന് എത്തി നോക്കാൻ നിൽക്കുന്ന നേരം
അവളുടെ ഹസ്ബൻഡ് എന്താ ഡാനിക, നീ പോയി കുളിച്ചിട്ട് വാ, ബാക്കി ജോലി ഞാൻ ചെയ്തോണ്ടെന്ന് പറയും. അവളും ബാത്റൂമിൽ പോയി പാട്ടെല്ലാം കേട്ട് നല്ല റിലാക്സ് ആയിട്ട് കിടക്കാം. അതേസമയം അവൻ താഴെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ലൈറ്റ് തനിയെ ഓണാകും. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഒരു പക്ഷെ ലൂസ് കണക്ഷൻ ആയിരിക്കുമെന്ന് വിചാരിച്ച് തിരിച്ച് നടക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരു അമ്പ് അവൻ്റെ നെഞ്ചിൽ ചക്കെന്ന് കുത്തിയിറങ്ങും. നെക്സ്റ്റ് അമ്പ് അവൻ്റെ വയറിൽ കുത്തിക്കയറി വേദന കൊണ്ട് പുളഞ്ഞ് അവൻ കരയുമ്പോൾ കറുത്ത ഡ്രസ്സും ഷൂസെല്ലാട്ട് ഒരുത്തൻ ഒരു കൊളുത്തുമായി വന്ന് അവൻ്റെ കഥ അങ്ങ് തീർക്കും. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ഡാനിക രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ ഹസ്ബൻഡിനെ കണ്ട്, കൂടാതെ ഗ്ലാസ്സിൽ കഴിഞ്ഞ കാലം പെട്ടെന്ന് മായ്ക്കാൻ കഴിയില്ലെന്ന ഒരു ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. അവൾ അലറിക്കരയും. അവിടെ കട്ട് ചെയ്താൽ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ടീം എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുക. ഇന്നേരം അവിടേക്ക് ടെഡിയും അവൻ്റെ അച്ഛനും വരും. നീ വിഷമിക്കാതെ മോളെ, നിന്റെ സേഫ്റ്റിക്ക് ഞാൻ പോലീസിനെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവളെ സമാധാനപ്പെടുത്തി. അന്ന് വീണ്ടും ഈ 5 അംഗ സംഘം കൂടും. ടെഡി, നമ്മൾ 5 പേരെ കൂടാതെ നിന്റെ അച്ഛനും ഇതേപ്പറ്റി അറിയാം. അദ്ദേഹം ആരോടെങ്കിലും ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകോ? ഡാനിക, നോക്ക്, എൻ്റെ അച്ഛൻ കാരണം നമ്മൾ 5 അന്ന് രക്ഷപ്പെട്ടത്. പിന്നെ ആരായിരിക്കും? സ്റ്റീവ്, നിന്റെ കൂടെ അന്ന് ഫംഗ്ഷന് ബീർ കൊണ്ടുവന്ന ആ ലേഡിയില്ലേ, അവളോടെങ്ങാനും നീ ഇതേപ്പറ്റി പറഞ്ഞോ? ഞാനൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. ആ ഐവ, നീ അന്ന് ഫ്ലൈറ്റിൽ വന്നപ്പോൾ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടില്ലേ, അവളെങ്ങാനും? അവളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആരായിരിക്കും? നമ്മുടെ ഐവ ചുമ്മാ ടൈലറിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കും. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഈ വ്യത്യസ്തമാർന്ന കൊലപാതകങ്ങളൊക്കെ പറ്റി പറയുന്ന ഒരാളവൾ. അതിലൊരു വീഡിയോ 1997 ഒരുത്തൻ ഇതുപോലെ കൊളുത്തും കൊണ്ടുവന്ന് ആളുകൾ കൊന്ന് വാളിലോ ഗ്ലാസ്സിലോ എന്തെങ്കിലും എഴുതി വെച്ച് പോയിരിക്കുന്നു. അടുത്ത നാൾ തന്നെ ഹീറോയിൻ ഇതേപ്പറ്റി ചോദിച്ചറിയാൻ ടൈലറിൻ്റെ അടുത്ത് ചെല്ലും. അവൾ ഇവൾക്ക് അതേപ്പറ്റി കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കും. അവൾ ഇവളെ ലാസ്റ്റ് അയാൾ കൊല ചെയ്യാൻ ശ്രമിച്ച സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ഇവിടെയാണ് ലാസ്റ്റായി അയാൾ ജൂലി എന്ന പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചത്. അവളുടെ ഭാഗ്യം കൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവളെപ്പോലെ ഇനിയൊരു ലേഡിയും കൂടി അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ജൂലി ഇപ്പോൾ എവിടെയുണ്ട്? അവൾ കോളേജ് പ്രൊഫസറാണ്. അവളെപ്പറ്റി ഒരു ആർട്ടിക്കിൾ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അവളെ മീറ്റ് ചെയ്തപ്പോൾ അവൾ അതിന് സമ്മതിച്ചില്ല. നിനക്ക് ഞാൻ കില്ലർ എഴുതി വെച്ച് പോകുന്ന നോട്ട് കാണിച്ചു തരാം, ദാ നോക്ക്. ഇപ്പം അവൾ അത് വായിച്ചിട്ട് ഷോക്കായിപ്പോയി. ഇവർക്കെഴുതിയ അതേ വാചകങ്ങൾ തന്നെ. അപ്പോൾ 1997 ആ ഫിഷർമാൻ സീരിയൽ കില്ലർ തന്നെയാ ഇത് ചെയ്തു വെച്ച് പോയത്. അയാളുടെ അടുത്ത ടാർഗറ്റ് ഇവരാ. ഇതെല്ലാം ഹീറോയിൻ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ മേലേക്ക് പോകും. അതേസമയം ഇവളുടെ ഫ്രണ്ട്സിന് ഒരു വോയിസ് നോട്ട് ഇടും. ഗൈസ്, എത്തിന് പെട്ടെന്ന് ഞാനുള്ള ലൊക്കേഷനിലേക്ക് വാ. ഈ നേരം അവളുടെ മുൻപിൽ കറുത്ത ഗൗണും ക്യാപ്പും ഷൂസൊക്കെ ഇട്ട് കയ്യിലൊരു കൊളുത്തും പിടിച്ചൊരുത്തും വരും. ഫസ്റ്റ് ഇവൾ വിചാരിക്കും ടൈലറാണെന്ന്. ഈ ടൈലർ ചുമ്മാ പേടിപ്പിക്കാതടി. പക്ഷേ അവൾക്ക് തെറ്റി. ടൈലർ ഇപ്പം മുകളിൽ നിന്ന് എന്താ സംഭവം എന്ന് എത്തിച്ചു നോക്കും. അതായത് അത് ശരിക്കും സീരിയൽ കില്ലർ തന്നെയാ. എടി രക്ഷപ്പെട്ടെന്ന് ടൈലർ വിളിച്ചു പോകും. ഇവൾക്കും കാര്യം പിടികിട്ടും. ടൈലർ ഒരു വഴിക്കോടി, ഐവ് ഒരു വഴിക്കോടി. ഇപ്പോൾ കൊലയാളി ഹുക്കം വെച്ച് ഐവയെ പിടിക്കാൻ ട്രൈ ചെയ്യും. അവൾ മാക്സിമം അവൻ്റെ അടുത്തുനിന്ന് പോരാടി. അവസാനം അവളുടെ കയ്യിൽ ഒരു കത്തി കിട്ടും. അത് വെച്ച് അവൻ്റെ മുതുകിൽ ഒരു കീറ് കയറി മുറിയിൽ പോയി ഒളിച്ചു നിൽക്കും. കുറച്ച് സമയം കഴിഞ്ഞ് ഇവനെ കാണാതായപ്പോൾ അവൾ മുറിയിൽ നിന്ന് കത്തി പിടിച്ചിറങ്ങി ടൈലറെ അന്വേഷിച്ചാൽ അവൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. രണ്ടും പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ കില്ലർ മുകളിൽ നിന്ന് ഒരു കൂട് താഴേക്കിടും. കറക്റ്റ് ഐവ് അതിൽ കൊടുങ്ങും. ഇപ്പോൾ അയാൾ ഐവെ അവിടെ വിട്ട് ടൈലറിൻ്റെ പിന്നാലെ പോകും. അവൾ പേടിച്ച് പത്തറിയോടി. ശേഷം കയറിൽ പിടിച്ച് മുകളിലെ ഫ്ലോറിലേക്ക് കയറാൻ ശ്രമിക്കും. പിന്നാലെ അയാളും. ഐവയുടെ ഫ്രണ്ട്സിൻ്റെ പേരും വിളിച്ച് രക്ഷിക്കുകയെന്ന് പറഞ്ഞ് കരയും. കൂടാതെ ആ കൂട് ഒരു സ്ക്രൂ വെച്ച് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഐവ ഇപ്പോൾ കൈക്കൊണ്ട് പതിയെ സ്ക്രൂ ഊരി പുറത്തിറങ്ങി വാതിലിൻ്റെ അവിടെ ചെന്ന് നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് കരയും. വാതിലിൻ്റെ മറുവശത്ത് സ്റ്റീവ് നിൽപ്പുണ്ട്. ഒരു വിധേന വാതിൽ തുറന്ന് ഐവ പുറത്തിറങ്ങി നടന്ന സംഭവം പറയാൻ നോക്കുമ്പോഴേക്കും കില്ലർ ടൈലർ കെട്ടിത്തൂക്കിക്കൊന്ന് താഴേക്ക് ഹാങ് ചെയ്തിടും. ഈ സംഭവത്തിന് ശേഷം അവിടേക്ക് പോലീസ് എത്തി. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും പേടിച്ചാണ് നിൽക്കുന്നത്. ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഞങ്ങളൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അവിടെ വന്ന് പറഞ്ഞാൽ മതി. ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ ഇനിയും കൊല നടക്കും. അതിനാൽ ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിചാരിച്ച് ഐവ ടൈലർ പറഞ്ഞില്ലേ ജൂലി എന്ന ലേഡി ആ സീരിയൽ കില്ലറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്, അവളെ തേടി കോളേജിലേക്ക് പോകും. അവിടെ ചെന്ന് അവളോട് ഐവ സംസാരിക്കും. എന്നാൽ ജൂലി വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കില്ല. മാഡം, നിങ്ങൾ അന്ന് കൊല ചെയ്യാൻ നോക്കിയില്ലേ, അതേ പാറ്റേണിൽ ഞങ്ങളെയും 6 കൊല ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സും പേടിച്ച ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളൊന്ന് സഹായിച്ചുകൂടെ? 97 ആ കില്ലർ കൊല ചെയ്ത് നോട്ട് എഴുതി പോകുന്നില്ലേ, അതേ പാറ്റേൺ തന്നെയാണ് ഇയാളും ചെയ്യുന്നത്. പ്ലീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയൂ.
അതിനു മുൻപ് നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ലാസ്റ്റ് സമ്മറിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഇപ്പോൾ ഹീറോയിൻ അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും അവളോട് പറയും. അങ്ങനെ ജൂലി അവളുടെ വീട്ടിലേക്ക് ഐവിയെ കൊണ്ടുപോകും. ഇപ്പോൾ അവിടെയുള്ള ഫോട്ടോസിലുള്ള ആളുകൾ മരിച്ചോ ജീവനോടെയോ എന്നെല്ലാം കേൾക്കും. ഇല്ല എന്ന് ജൂലി മറുപടി പറയും. അയാൾ തന്നെയാണ് കൊല ചെയ്തതെന്ന് അവൾ കേൾക്കും. അതെ മേഡം, അടുത്ത ദിവസമായിട്ട് പോലീസ് ഇതേപ്പറ്റി ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് മേഡം 97 മേഡത്തിനുണ്ടായ അനുഭവം പറഞ്ഞ ഇപ്പം നടക്കുന്ന സംഭവങ്ങളും അന്ന് നടന്ന സംഭവങ്ങൾക്കും ഒരു കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് ബോധ്യമാകും. അതിനാൽ സൗത്ത് ഏരിയ വരെ ഒന്ന് വരാൻ പറ്റുമോ? എനിക്ക് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയ അത്. അവിടേക്ക് ഞാൻ വരില്ല. പക്ഷെ ഞാൻ നിനക്കൊരു സജഷൻ പറയാം. എത്രയും പെട്ടെന്ന് ആ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കണം. അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. അതിനാൽ അയാൾ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ പോലീസുകാർ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈലർ കൊല ചെയ്യപ്പെട്ട ഏരിയ ഒരു ടൂറിസ്റ്റ് ഏരിയ. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ഇത് എന്താണ് സംഭവം എന്നറിയാൻ വന്നിട്ടുണ്ട്. പോലീസ് മൊത്തത്തിൽ കണക്ക് കൂട്ടിയിട്ട് അവൾ ഡിപ്രഷന് മെഡിസിൻ എടുത്തിരുന്നു, കുറച്ച് കാലമായിട്ട് അവൾ എടുക്കാറില്ല, അതിനാൽ സൂയിസൈഡ് ചെയ്തതാണെന്നൊക്കെ ആക്കി തീർക്കും. എന്നാൽ നമ്മുടെ ഹീറോയിൻ അത് ഒരിക്കലും സമ്മതിക്കില്ല. അവളുടേതൊരു സൂയിസൈഡ് അല്ല. ആ ഒരു പാറ്റേണിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫിയാൻസി 5 ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു കൊലപാതകമാണ്. 1 വർഷം മുൻപ് നടന്ന ആക്സിഡൻറ്റിലെ അതിനെപ്പറ്റിയും ഹീറോയിൻ പറയും. എന്നാൽ പോലീസ് അതും മൈൻഡ് ചെയ്യില്ല. അന്ന് മരിച്ച സാം കൂപ്പർ ആരുടെയോ വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഫുള്ള് വെള്ളമടിച്ച വണ്ടി ഓടിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി അയാൾ മരിച്ചുപോയത്. ഇതേ സമയം അവിടേക്ക് റേ എന്ന ആൾ വരും. അയാൾ നമ്മുടെ സ്റ്റീവിലെ അവളുടെ ബോസാ. അതുപോലെ ജൂലിയുടെ എക്സ് ബോയ് ഫ്രണ്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സൂയിസൈഡ് ഒന്നുമല്ല. ആരോ ഇതിന് പുറകിലുണ്ട്. ഇതേ പാറ്റേണിൽ 97 ഒരു സീരിയൽ കില്ലർ ആളുകളെ കൊന്ന് വാളിൽ കുറിപ്പ് എഴുതി വെച്ച് പോകുമായിരുന്നു. അതുതന്നെയാണ് ഇവിടെയും. ഈ കൊലപാതകങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, ഇനിയും തുടരുമെന്ന് തോന്നുന്നത്. അതിനാൽ എത്രയും പെട്ടെന്ന് കൊലയാളികളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഞങ്ങൾ അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞെന്നും പറഞ്ഞ് പോലീസ് മീറ്റിംഗ് അവസാനിപ്പിക്കും. ഇപ്പോൾ ഹീറോയിൻ്റെ ടീം നേരെ റേയുടെ അടുത്തോട്ട് ചെല്ലും. അയാളിൽ നിന്ന് കൊലയാളിയെപ്പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് വിചാരിച്ച്. സർ, അന്ന് സാം കൂപ്പർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയില്ലേ? അവൻ്റെ ഏതെങ്കിലും അടുത്ത റിലേറ്റീവ് ആയിരിക്കുമോ കൊലയാളി? ഗൈസ്, മറ്റൊരു വഴിക്ക് ചിന്തിക്കുകയാണെങ്കിൽ പോലീസ് പറഞ്ഞില്ലേ സാം കൂപ്പർ ആരുടെയോ വണ്ടി തട്ടിയെടുത്ത് കൊണ്ടുവന്ന ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന്. ആ വണ്ടിയുടെ ഓണർ ആരാണെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ കൊലയാളിക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഈ ടീം വണ്ടികളുടെ ഡീറ്റെയിൽസ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഓഫീസിലോട്ട് പോയി ഒരു ഡയലോഗ് ഇറക്കും. ഐവ സാം കൂപ്പറിൻ്റെ സിസ്റ്ററാണ്. ചേട്ടൻ മരിച്ചുപോയി, ആരുടെയോ വണ്ടി കൊണ്ട് അന്ന് അവൻ പോയത് എന്നൊക്കെ. അയാളും ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് അത് അവിടെയുള്ള ചർച്ചിലെ ഫാദറിൻ്റെ പേരുള്ള വണ്ടിയാണെന്ന് പറയും. സോ ഫാദറിനും ഈ കൊലപാതകങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്. ഡാനികയും ടെഡിയും സാം കൂപ്പറിനെ അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരിയിലേക്ക് പോകും. അവിടെ അയാളുടെ കല്ലറിൽ ഫ്രഷ് ഫ്ലവേഴ്സ് ഇരിക്കുന്നുണ്ട്. അതാരായിരിക്കും കൊണ്ടുവച്ചിട്ടുണ്ടാകുക? അതിവർ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ഉടനെ സെമിത്തേരി ക്ലീൻ ചെയ്യാൻ വരുന്ന ആളോട് പോയി സോപ്പിട്ട് CCTV ഫുട്ടേജ് എടുത്തു തരുമെന്ന് ചോദിക്കും. അയാളും ഇപ്പം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. അവിടെ ചെന്ന് ഫുട്ടേജ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹുക്ക് പിടിച്ച് ആ കറുത്ത വസ്ത്രം ധരിച്ച ആൾ അവിടെ വരും. വന്ന് അവൻ്റെ കഴുത്തറുത്ത് ഹുക്കിൽ കൊളുത്തി കെട്ടി തൂക്കിയിടും. ഇവർ അയാളെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതുവരെയെല്ലാം അയാൾ വന്നില്ലല്ലോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ടെഡി അകത്തോട്ട് കിടക്കും. അതേസമയം ഡാനികയുടെ പിറയിൽ അയാൾ പ്രത്യക്ഷപ്പെടും. അവളെ ഹുക്കിട്ട് പിടിക്കാൻ വരുമ്പോഴേക്കും അവൾ കൊതറി മാറി ഓടി അവിടെയുള്ള സ്റ്റോറേജ് റൂമിൽ പോയി ഒളിയും. പക്ഷെ അയാൾ അവിടേക്കും വരും. ഇപ്പോൾ അവളുടെ കഥ കഴിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ടെഡി കൃത്യസമയത്ത് വന്ന് അയാൾക്കൊന്ന് പൊട്ടിച്ച് ഡാനികയെ രക്ഷിക്കും. ഡാനികയെ സേഫാക്കി നിർത്തി തിരിഞ്ഞ് അയാൾ നോക്കിയാൽ കൊലയാളി അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഈ സംഭവത്തിന് ശേഷം എല്ലാവരും ഡാനികയുടെ വീട്ടിൽ ഒത്തുകൂടും. ഡാനിക പേടിച്ച് വിറച്ചരിക്കുന്ന എല്ലാവരും അവളെ സമാധാനപ്പെടുത്തി. ഹീറോയിനും അവരുടെ മുറിയിലേക്ക് പോയി. സ്റ്റീവ് അവളുടെ ബോസ് കോൾ ചെയ്ത് ഇന്ന് വർക്കുണ്ട് വേഗം വരാൻ പറഞ്ഞ കാരണം അവിടേക്ക് പോകും. ടെഡിയും ഡാനികയും ഒന്നായി ഒരു ബെഡ്റൂമിൽ തങ്ങും. കപ്പിൾസ് 2 ടീമും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഹീറോയിൻ്റെ റൂമിൽ അവൻ എന്തു തോന്നിയെന്നറിയില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ പുറത്തിറങ്ങും. ശരി, ടെഡിക്കൊരു മെസ്സേജ് അയക്കാൻ നോക്കിയാൽ ഫോണിൽ ചാർജില്ല. ചാർജറാണെങ്കിലോ കാറിലാണ്. ഉടനെ കാറിൽ പോയി ചാർജർ എടുത്തു കൊണ്ടുവന്ന് അകത്ത് കയറാൻ ശ്രമിച്ചാൽ ഡോർ ഓപ്പൺ ആകുന്നില്ല. എന്നാൽ പിന്നെ പുറകിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അതുവഴി നടന്നു വരുമ്പോൾ കൊലയാളി അവൻ ഹീറോയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി ഇവനെ അൺകോൺഷ്യസ് ആക്കി കാറിൽ കയറ്റി വണ്ടിയെടുക്കും. അതേസമയം ഹീറോയിൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാറ് സ്റ്റാർട്ടാക്കി നിൽക്കുന്നത് കാണും. അവള് നീ എവിടെ പോകുന്നതെന്ന് ഹീറോയ്ക്ക് വോയിസ് നോട്ട് സെൻഡ് ചെയ്തപ്പോൾ അതിന് മറുപടിയായി വില്ലൻ ഞാൻ പുറത്ത് പോയിട്ട് വരാം, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അയക്കും. അവളും ശരി അവൻ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് മുറിയിലേക്ക് തിരിച്ചു പോകും. അടുത്ത ദിവസം കാലത്ത് ഹീറോയിനും ഡാനികയും ഫാദറിനെ കാണാൻ ചർച്ചിലേക്ക് പോകും. ഇപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടെ മറ്റൊരാളെ മീറ്റ് ചെയ്യും.
അത് നമ്മുടെ സ്റ്റീവിൻ്റെ കൂടെ ഡാനികയുടെ എൻഗേജ്മെൻറ്റ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന നൂഡിൽസ് മുടിയില്ലേ, അവൾ ഇവിടെയും ജോലി ചെയ്യുന്നുണ്ട്. അയ്യോ, നിങ്ങൾ സ്റ്റീവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ? ഫാദറിനെ കാണാൻ വന്നാണോ? അദ്ദേഹം പുറത്ത് പോയേക്കാം. ഇവരുടെ ഈ കോൺവെർസേഷൻ ഇവിടെ നടക്കുമ്പോൾ ഡാനികയ്ക്ക് അർജൻറ്റായിട്ട് ഒന്നിന് പോകണമെന്ന് നൂഡിൽസിനോട് പറയും. അവളും വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ അവൾ റെസ്റ്റ് റൂമിലേക്ക് പോകും. അതേ നേരം ഫാദർ അവിടെ എത്തി. ഐവ, നിങ്ങളുടെ ഫ്രണ്ട്സ് മരണപ്പെട്ടു പോയില്ലേ? നിങ്ങൾ എത്ര വലിയ ദുഃഖത്തിലാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയും. ഇപ്പുറത്തെ റെസ്റ്റ് റൂമിൽ പോകാമെന്ന് പറഞ്ഞ് ഡാനിക പോയത് ഫാദറിൻ്റെ ഓഫീസ് മുറിയിലേക്കാണ്. അവിടെ മൊത്തം അരിച്ചു പെറുക്കി നോക്കുക എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന്. അങ്ങനെ ഇരിക്കെ അവിടെ ഇരിക്കുന്ന ബുക്കിൽ നിന്ന് ഈ സാം കൂപ്പറും ഫാദറും ഒരുമിച്ച് നിൽക്കുന്ന പിക്ക് അവൾ കാണും. ഇതോടെ അവൾക്ക് ഉറപ്പായി ഫാദറും ഈ കൊലപാതകങ്ങളും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പുറത്ത് ഫാദർ, ഐവ, നിന്റെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും മാറാൻ ഞാൻ നിനക്കൊരു ബുക്ക് തരാം, അത് വായിച്ചാൽ നീ കുറച്ച് റിലാക്സ് ആകുമെന്ന് പറഞ്ഞ് ഫാദർ ബുക്ക് എടുക്കാൻ പോകും. ഇവള് വേണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഫാദർ ബുക്ക് എടുക്കാനായിട്ട് ഓഫീസ് മുറിയിലേക്ക് പോയി. അതേസമയം ഫാദർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഡാനിക ആ മുറിയിൽ മറ്റൊരു വാതിലൂടെ പുറത്തോട്ട് കിടക്കും. ടേബിളിൽ ബുക്കെല്ലാം വലിച്ചു വാരി കിടക്കുന്നത് കണ്ട ഫാദറിന് ആരോ മുറിയിൽ കയറിയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകും. എന്നാലും അതൊന്നും വകവെക്കാതെ ബുക്ക് എടുത്തു കൊണ്ടുവന്ന് ഐവയ്ക്ക് കൊടുക്കും. ഇപ്പോൾ ഐവയും ഡാനികയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഫാദറിൻ്റെ മേലുള്ള സംശയം പറയും. ഉടനെ ആ പോലീസുകാരൻ തൻ്റെ സീനിയർ ഓഫീസിനോട് പറയട്ടെ എന്ന് പറയും. അതായത് ടെഡിയുടെ അച്ഛൻ്റെ അടുത്ത്. അയാളുടെ അടുത്ത് കോൾ ചെയ്ത് കാര്യങ്ങൾ പറയും. എടോ, കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സ് മരിച്ചു പോയാൽ അവരെയും ഇവരെയൊക്കെ സംശയം തോന്നും. നിങ്ങളിതൊന്നും കാര്യമാക്കണമെന്ന് പറയും. കൂടാതെ ഇന്നൊരു നൈറ്റ് അവരെ സേഫായിട്ട് അവിടെ തന്നെ ഇരുത്തിക്കോണമെന്നും പറയും. പുറത്തു പോയ പോലീസുകാരനെ ഇതുവരെയും കാണാതായപ്പോൾ ഇവൾ എഴുന്നേറ്റ് വന്ന് വാതിലിൻ്റെ അവിടെ വന്ന് ഡോറെല്ലാം ലോക്ക് ചെയ്ത് അയാൾ പോയിരിക്കുന്നു. ഇപ്പോൾ അവിടെ കിടന്ന് മറ്റു പോലീസുകാരെല്ലാം വിളിക്കും. പക്ഷെ അവരാരും ഇവരെ മൈൻഡ് ചെയ്യില്ല. നമ്മുടെ സ്റ്റീവ് ഇവരുടെ ടീമിലെ എല്ലാവരെയും മാറി മാറി കോൾ ചെയ്യും. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. ഇതോടെ അവൾക്ക് ആകെ ടെൻഷനാകും. ഇത് നമ്മുടെ ബോസ് റേ കാണും. നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്നെ ആരും ഒന്നും ചെയ്യില്ല, ഞാനില്ലേ കൂടെ. ഇപ്പുറത്തെ ടെഡി വെള്ളം അടിച്ചിരിക്കുക. അതേ നേരം അവിടേക്ക് കൊലയാളി കറുത്ത വസ്ത്രം ധരിച്ചു വരും. അവൻ്റെ അടുത്ത് വന്ന് കയ്യിലുള്ള ഹുക്ക് അവൻ്റെ ശരീരത്തിൽ ചക്കെന്ന് കുത്തിയിറക്കും. ചോര വാർന്നൊലിക്കും. ഇതേ നേരം അവൻ്റെ അച്ഛൻ മുറിയിൽ പാട്ട് കേട്ടിരിക്കുക. ഇവിടുത്തെ കരച്ചിലോ ബഹളോ ഒന്നും അയാൾ കേൾക്കുന്നില്ല. ആ കുത്തുകൊണ്ട് അവൻ വേദന കൊണ്ട് കിടന്ന് പൊളയാൻ തുടങ്ങും. അതേസമയം അവൻ്റെ അച്ഛൻ ചുമ്മാ പുറത്തിറങ്ങി വന്നാൽ കാണുന്ന കാഴ്ച മകൻ രക്തത്തിൽ കുളിച്ചു കിടക്കണ്ട. ഓടി വന്ന് മകനെ വാരിയെടുത്ത് എന്തു പറ്റി ടെഡി, എന്തു പറ്റി നിനക്കെന്ന് കേൾക്കും. അതേ നേരം കില്ലർ ഹുക്ക് കൊണ്ടുവന്ന് അപ്പൻ്റെ കഴുത്തിൽ തുളച്ചു കയറ്റി മറുവശത്തെ കൂടെ പുറത്തേക്കെടുക്കും. അടുത്ത ദിവസം കാലത്ത് ഐവയും ഡാനിക്കയും നോക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്താണെന്ന് അറിയാൻ ഇവരും പുറത്തിറങ്ങി നോക്കിയാൽ അവിടെ സിറ്റിയുടെ മധ്യത്തിൽ ടെഡിയെയും അവൻ്റെ അപ്പനെയും കൊന്ന് കെട്ടി തൂക്കിയിട്ട് പോയിരിക്കുന്നു. ഡാനിക വിട്ട് കരയും. ഈ ഒരു സംഭവത്തോടു കൂടി റേ ഇവരെ 3 പേരെയും വിളിച്ച്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ടെഡിയുടെ ഹൗസ് ബോട്ട് എടുത്ത് ഇവിടുന്ന് പോയിക്കോ, ഇവിടെ നിങ്ങൾക്ക് സേഫ് അല്ല, ഞാൻ നിങ്ങളുടെ പുറകെ വരാം. അങ്ങനെ ഇവർ 3 ആളും പോകാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കാറ് അവിടെ കിടക്കുന്നത് കാണാം. ഉടനെ അവർ അവിടേക്ക് ചെന്ന് കാർ ഡോർ ഓപ്പൺ ചെയ്താൽ ആ കൊലയാളി അവനെയും വെറുതെ വിട്ടിട്ടില്ല, അവനെയും കൊന്നിട്ടിരിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ഐവ പൊട്ടി കരയും. ഇനിയും ഇവിടെ നിന്ന് അപകടമാണെന്ന് മനസ്സിലാക്കി 3 പേരും ടെഡിയുടെ ബോട്ട് എടുത്തു പോകും. ഇപ്പുറത്തെ പോലീസുകാർ ഫാദറാണ് വില്ലൻ എന്ന് മനസ്സിലാക്കി അവനെ പിടിക്കാൻ അവിടെ ചെന്നപ്പോഴാണ് മറ്റൊരു ടെസ്റ്റ്. അതായത് ഫാദറിനെ ആരോ കണ്ണെല്ലാം ചൂഴ്ന്നെടുത്ത് നെഞ്ചിൽ ഹുക്ക് വെച്ച് കുത്തി കൊന്നിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഫാദറും അല്ല കൊലയാളി, പിന്നെ ആരായിരിക്കും? അവിടെ മൊത്തം പരിശോധിക്കുമ്പോൾ ഒരു പിക്ക് കാണും. അതിൽ ഫാദറും സാം കൂപ്പറും അവൻ്റെ തൊട്ടപ്പുറത്ത് അവൻ്റെ കാമുകി സ്റ്റീവ് നിൽക്കുന്നത് കാണും. നല്ലവളെ പോലെ അഭിനയിച്ച അവളാണ് യഥാർത്ഥ കൊലയാളി. ഇപ്പുറത്ത് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡാനികയ്ക്കും ഐവയ്ക്കും പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും. എന്താണെന്ന് എത്തി നോക്കിയാൽ സീരിയൽ കില്ലർ ഗെറ്റപ്പിൽ കൊളുത്തും പിടിച്ച് സ്റ്റീവ് വന്ന് നിൽക്കുന്നു. എടി മഹാപാപി, നീയാണ് നമ്മുടെ ഫ്രണ്ട്സിനെ കൊന്നു കളഞ്ഞത്. എന്തിനാണ് നീ ഇത് ചെയ്തത്? എന്തിനാണെന്നോ? നിങ്ങൾ ചെയ്ത ചെറിയ തെറ്റുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സാമിന. ചെറുപ്പത്തിൽ ലഹരിക്കടിമയായി എൻ്റെ ലൈഫ് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ സമയം എനിക്ക് കിട്ടിയ നിധിയാണ് എൻ്റെ സാം. അന്ന് സാമിൻ്റെ വണ്ടി ആക്സിഡൻ്റായി താഴെ കൊക്കയിലേക്ക് വീണപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു താഴെ പോയി അവനെ രക്ഷിക്കാമെന്ന്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? എടി, നീയും ആ സമയത്ത് അവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നെന്ന് ഹീറോയിൻ കേൾക്കും. അതെ, പക്ഷെ ആ ടെഡി അവൻ എന്നെ കൺവിൻസ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോയി. ആ സമയം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ ഡ്രിങ്ക് ചെയ്യുന്ന ആളല്ല. അതുപോലെ ഫാദറിൻ്റെ പെർമിഷൻ എടുത്താൽ അവൻ ആ കാറും കൊണ്ടുവന്നത്, അതും ഞാൻ വിളിച്ച് എന്നെ കാണാൻ ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പോഴത് സംഭവിച്ചത്. ഇതേപ്പറ്റി കുറച്ച് ഫാദറിനറിയാം. അതുകൊണ്ട് എന്തായി? ഫാദറിനെ കൊല്ലേണ്ടി വന്നു. നിങ്ങൾ കാരണം എനിക്ക് എല്ലാം നഷ്ടമായത്. അടുത്ത ഘട്ടം സ്റ്റീവ് അവരെ കൊല്ലാനൊരുങ്ങും. ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ ഡാനികയാണ്.
ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തം നടക്കും. ആ സമയം അവിടേക്ക് ഇവരുടെ ബോട്ടിനെ ഫോളോ ചെയ്ത് റേ അവിടെ എത്തിയിട്ടുണ്ടാകും. അവൻ ഗണ്ണ് കാണിച്ച് സ്റ്റീവ് ദയവ് ചെയ്ത് അവൾ നീ ഒന്നും ചെയ്യാതെ, അവരാരും മനഃപൂർവ്വം ഒരു ദ്രോഹം നിനക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊന്നും കേട്ട് അവൾ പിന്മാറില്ല. ഹുക്ക് വെച്ച് ഡാനിയുടെ പുറകിൽ കീറി വെള്ളത്തിലേക്കിടും. തൊട്ട് പിന്നാലെ റേ അവളുടെ കാൽ നോക്കി ഷൂട്ട് ചെയ്യും. ഇപ്പോൾ അവളും വെള്ളത്തിൽ വീഴും. റേ ഐവയെ സമാധാനപ്പെടുത്തി ബോട്ടിനകത്തേക്ക് കൊണ്ടുപോകും. ഉടനെ ഐവ ജൂലിയെ കോൾ ചെയ്ത് താൻ സേഫ് ആണെന്നും നടന്ന സംഭവങ്ങൾ എന്തെല്ലാമെന്നൊക്കെ പറയും. ജൂലിക്ക് എന്താ ഡൗട്ട് എന്ന് വിചാരിച്ചാൽ സ്റ്റീവ് ഒരാളെ കൊണ്ട് ഇത്രയും പേരെ കൊല്ലാൻ പറ്റില്ല. അവൾക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആരോ ഒരാളുണ്ട്. ഇപ്പോൾ ജൂലിക്കൊരു ഡൗട്ട്. അങ്ങനെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ റേയും സ്റ്റീവും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണും. പാവം ഐവ ഇതൊന്നും അറിയാതെ അവൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുക. അതേസമയം റേയുടെ പുറകിൽ ഷർട്ട് കീറി മുറിവ് കാണും. മുൻപ് ഐവയ്ക്കും കൊലയാളിക്കും തമ്മിൽ അടിപിടി ഉണ്ടായപ്പോൾ അവൾ കത്തിയെടുത്ത് അവൻ്റെ മുതുകിൽ കീറില്ലേ, ആ മുറിവാണ് റേയുടെ പുറത്തുള്ളതെന്ന് നമ്മുടെ ഐവയ്ക്ക് മനസ്സിലാകും. ഇവനാണ് ആ കൊലയാളി എന്നുള്ളത് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനാൽ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവാൻ നോക്കുമ്പോൾ അവനിത് മുൻപേ മനസ്സിലാക്കിയാൽ ആ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഹുക്കെടുത്ത് അവളെ കൊല്ലാൻ വരുമ്പോൾ അവൾ അവൻ്റെ മർമ്മം നോക്കി ഒറ്റപ്പെട കൊടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്യും. അതേ നേരം ജൂലി അവിടേക്ക് എത്തിയിട്ടുണ്ടാകും. നോക്കറേ, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. എന്ത് ശരിയല്ല? സ്റ്റീവനെ ഞാൻ മകളെ പോലെ കണ്ടത്. അവളുടെ ജീവിതം പോകാൻ കാരണം ഇവരാ. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ഓരോരുത്തരായി കൊന്നു തീർത്തു. ഇനിയുമുണ്ട് എനിക്ക് തീർക്കേണ്ടവർ എന്നും പറഞ്ഞ് ജൂലിയെ കൊല്ലാൻ വരുമ്പോഴേക്കും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പമ്പില് അത് കുത്തി അവൻ്റെ ചാപ്റ്റർ ഐവ ക്ലോസ് ചെയ്യും. അങ്ങനെ ജൂലിയും ഐവയും രക്ഷപ്പെടും. ഇപ്പുറത്തെ ഡാനിക ജീവനോടെ കരയ്ക്ക് വന്നു ചേരും. നെക്സ്റ്റ് സീനിൽ രണ്ടുപേരും ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത് എല്ലാം ഓക്കെ ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് കാണിക്കുന്നത്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. അങ്ങനെ അവസാനിക്കുന്നതിന് മുൻപ് ഒരു സ്ട്രേഞ്ചർ ലേഡിയെ കാണിക്കും. ഇന്നേരം അവളുടെ വീട്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ചെന്ന് നോക്കിയാൽ നമ്മുടെ ജൂലി. ഹായ്, നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തു തരുമോ? ജൂലി ആ ലേഡിയോട് കേൾക്കും. ഈ ടൈമിൽ അവൾ ഒരു പിക്ക് കാണിക്കും. ഇവർ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ ആ ലേഡിയെ മാത്രം പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് ഇവർ രണ്ടാളാണ് 97 കൊലപാതക പരമ്പരയിൽ കൊലയാളിൽ നിന്നും രക്ഷപ്പെട്ടവർ. കൂടാതെ ഒരു ലെറ്റർ ഉണ്ട്. ഇത് ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഇപ്പോൾ നടന്നു പോയ അതേ പാറ്റേണിൽ കൊലകൾ ഇനിയും ആവർത്തിക്കുമെന്നാണ് അർത്ഥം. ബോട്ടിൽ റേയും ഐവയും മാത്രമുള്ളപ്പോൾ ഐവ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്റ്റീവിനെ മകളെ പോലെയല്ലേ കണ്ടത്, പിന്നെ അവളെ എന്തിനാ വെടിവെച്ച് കൊന്നേന്ന്? അപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അവളെ വെടിവെക്കേണ്ടി വന്നു. എന്നെ വിചാരിച്ചേ ഞാൻ അവളെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും ചെയ്തിട്ടില്ല. ഇവൻ അവളെ സേഫ് ആക്കുന്ന രീതിയിൽ മാത്രമേ വെടിവെച്ചിട്ടുള്ളൂ. കണക്ക് കൂട്ടി പിടിച്ചു വന്നാൽ അടുത്ത സീസണിൽ കൊലയാളി മറ്റാരുമല്ല, സ്റ്റീവ് തന്നെയായിരിക്കും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബായ്.